ദില്ലിയിലെ പാറ്റ പാർട്ടിയുടെ ആക്രമണത്തിൽ ഇപ്പോൾ വമ്പൻ നടപടി വരുന്നുവെന്ന റിപ്പോർട്ടുകൾ നമുക്ക് ലഭിക്കുന്നു. 10 FIRകൾക്ക് ശേഷം പോലീസ് നടപടിയെടുക്കുകയാണ്. കുറ്റവാളികളെ പിടികൂടാൻ ഹൈടെക് സാങ്കേതിക വിദ്യയാണ് പോലീസ് ഉപയോഗിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡൽഹിയിൽ BJPയുടെയും വിദ്യാർത്ഥി സംഘടനകളുടെയും അക്രമാസക്തമായ പ്രതിഷേധങ്ങൾക്ക് ശേഷം പോലീസ് കർശന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ക്രമസമാധാനം തകർക്കുന്നവരെയും ആക്രമണത്തിന്റെ സൂത്രധാരന്മാരെയും പിടികൂടാൻ ഡൽഹി പോലീസ് പ്രത്യേക ആക്ഷൻ പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ആക്രമണത്തിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 5 പോലീസ് സ്റ്റേഷനുകളിലായി 10 FIRകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഡൽഹിയിലെ 5 പ്രധാന പോലീസ് സ്റ്റേഷനുകളിലായിട്ടാണ് ഇതുവരെ 10 FIRകൾ രജിസ്റ്റർ ചെയ്തതിൽ 4 എണ്ണം സൻസദ് മാർഗ് പോലീസ് സ്റ്റേഷനിലും 3 എണ്ണം കൊണാട്ട് പ്ലേസിലും മന്ദിർ മാർഗ്, ഖരാംബഗെ റോഡ്, കർത്തവ്യപാത പോലീസ് സ്റ്റേഷനുകളുമായി ഓരോ FIRകളും രജിസ്റ്റർ ചെയ്തിരിക്കുന്നുവെന്ന് അറിയാൻ സാധിക്കുന്നു. കേസ് അന്വേഷിക്കുന്നതിനായി പോലീസ് അഡ്വാൻസ്ഡ് ഫേഷ്യൽ റെക്കഗ്നിഷൻ സിസ്റ്റം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ഫോറൻസിക് ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നു. ജന്തർ മന്ദർ, സൻസദ് മാർഗ്, ഔട്ടർ സർക്കിൾ തുടങ്ങിയ പ്രദേശങ്ങളിലെ CCTV ക്യാമറകൾ, പോലീസ് ബോഡി ക്യാമറകൾ, ഡ്രോൺ ഫുട്ടേജുകൾ, സോഷ്യൽ മീഡിയയിലെ വൈറൽ വീഡിയോകൾ എന്നിവ പരിശോധിച്ച് വരികയാണ്. ഈ വീഡിയോകളിൽ കാണുന്ന സംശയാസ്പദമായിട്ടുള്ള മുഖങ്ങൾ FRS സോഫ്റ്റ്വെയർ വഴി പോലീസ് ഡാറ്റാബേസുമായി പൊരുത്തപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആക്രമണം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണോ എന്നും ഏതെങ്കിലും പ്രത്യേക സംഘടനയുടെയോ രാഷ്ട്രീയ ഗൂഢാലോചനയോ ഇതിന് പിന്നിലുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചറിയുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നവർക്കെതിരെയും പോലീസ് കേസെടുക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് മലയാളം.